ഓർത്തഡോക്സ് സഭ പിളർപ്പിലേക്ക്. 34 കൈപ്പുസ്തകത്തിന്റെ ബലത്തിൽ മലങ്കര മെത്രാപ്പൊലീത്ത പദവിയും കാതോലിക്ക പദവിയും ഒരു ലെവിയാദാനിൽ കേന്ദ്രീകരിച്ച് തികഞ്ഞ ഏകാധിപതിയായി മാറിയ കഞ്ഞിക്കുഴി മൂപ്പനിൽ നിന്നും വിഘടിച്ച് കസേരമോഹികളായ മെത്രാന്മാർ പുതിയ സഭകൾ ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായി വിവരം. അതിൻ്റെ ആദ്യ സൂചനകളാണ് അടൂർ കടമ്പനാട് ഭദ്രാസന മെത്രാൻ അപ്രയം എന്ന സാബു കുര്യാക്കോസ് ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാളിന്റെ അന്ന് നൽകിയത്. ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രക്കിടയിൽ ശിരസ് ഛേദിക്കപ്പെട്ടാലും ഭയമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അടൂരും കടമ്പനാടും ചുരുക്കം പറഞ്ഞാൽ ഇനി അപ്രയമിന്റെ കസ്റ്റഡിയിലിരിക്കും. അതുപോലെ യാക്കോബായ സഭയെ വഞ്ചിച്ചു വന്ന കുലംകുത്തികളായ ത്രിമൂർത്തികൾ തിരികെ പാത്രിയർക്കീസ് ബാബയുടെ കൈവപ്പ് ലഭിച്ച യഥാർത്ഥ കാതോലിക്ക ബാബയായ ജോസഫ് മാർ ഗ്രിഗോറിയോസിനെ അംഗീകരിച്ച് തിരികെ പോകുവാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. യാക്കോബാക്കാരുടെ പള്ളികളും അരമനകളും സഹിതമാണ് 3 കുലംകുത്തികളും മറുകണ്ഠം ചാടി ഓർത്തഡോക്സ് പക്ഷത്തേക്ക് എത്തിയത്. മൂവാറ്റുപുഴ, തൃശൂർ, നോർത്ത് ഈസ്റ്റ് അമേരിക്കൻ ഡയോസിസ് ഭദ്രാസന മെത്രാപ്പൊലിത്തന്മാരായ അത്താനാസിയോസ്, മിലിത്തിയോസ്, നിക്കോളോവോസ് എന്നിവരാണ് തിരികെ മാതൃസഭയിലേക്ക് പോകുവാൻ ഒരുങ്ങുന്നത്. അതുപോലെ ബോംബെ ഭദ്രാസനം കമ്പനീസ് ആക്ട് അനുസരിച്ച് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സെൽഫ് എക്സിസ്റ്റൻസ് ഉള്ള ഭദ്രാസനമാണ്. സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം പല പല ട്രസ്റ്റുകളുടെ പേരിലാണ്. അതുകൊണ്ട് തന്നെ ബോംബെയും ഒരു സ്വതന്ത്ര സഭയായി നിലകൊള്ളും. തിരുവനന്തപുരവും പരമാധികാര റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കും. മെത്രാന്മാർ സ്വതന്ത്രന്മാരായി കഴിഞ്ഞാൽ 34 കൈപ്പുസ്തകം 4 മടക്കി ഇന്ന് 2017 വിധി മടക്കി നിക്കറിന്റെ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കുന്നത് പോലെ കോടതികൾ കയറി ഇറങ്ങി നടക്കാം. ഇതിനൊരു തടയിടുക, അടൂർ മെത്രാൻ ഒരു മൂക്കേറിടുക എന്ന ലക്ഷ്യത്തോടെ വരുന്ന 23-ാം തീയതി രാവിലെ കോട്ടയം അധോലോകത്ത് വെച്ച് പൂച്ചാണ്ടികളുടെ ഒരു വട്ടമേശ സമ്മേളനം നടത്തുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ പൂച്ചാണ്ടികളുടെ തമ്മിലടി കണ്ട് സഭാംഗമായ ഏലീശ എന്ന അച്ചായൻ മനോവേദയോടെ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക. ഈ അടുത്ത കാലത്ത് ചില മാധ്യമങ്ങളിൽ കൂടെ അറിഞ്ഞു അടൂർ കടമ്പനാട് ഭദ്രാസനാധിപന്റെ ഒരു പ്രസ്താവന. ആ ഭദ്രാസനാധിപൻ ഒരു സഭയ്ക്ക് കീഴടങ്ങി നിൽക്കുന്ന ആളാണോ, ഒരു സഭയിൽപ്പെട്ട ആളാണോ? ഓർത്തഡോക്സുകാരുടെ ചില സ്വഭാവങ്ങൾ കണ്ടിട്ട് എനിക്ക് മനസ്സിലാകുന്നത് ഓരോ മെത്രാന്മാരും ഒരു ഭദ്രാസനവും അവരവരുടെ സ്വതന്ത്രമാണ്. അതിന്റെ മേൽ ചോദ്യം ചെയ്യാനൊന്നും ഒരു അവകാശവുമില്ല. പിന്നെ കാതോലിക്ക ഇങ്ങനെ എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോൾ കവർ പിരിവ് കൊടുത്തു വിടുമെന്നുള്ളതല്ലാതെ ഇതിന്മേൽ ഒരു അവകാശവും ഇല്ല. അതൊരു അവരുടെ സ്വന്തം സാമ്രാജ്യമായി പട്ടുനൂൽ പുഴുവിനെ പോലെ തേനീച്ചയുടെ റാണിയെ പോലെ അവിടെ ഇരുന്ന് നെയ്യ് അനങ്ങാതെ ഇരുന്ന് പള്ളിയുടെ വരുമാനങ്ങൾ വാങ്ങിച്ച് സന്തുഷ്ടമായിട്ട് കോടികളുടെ കാറും ആയിട്ട് സന്തോഷകരമായിട്ട് ഈ ലോക ജീവിതം നടത്തുന്നു. അല്ലാതെ ഒരു സഭയുടെ ഒരു ഭാഗമല്ല. അടൂർ കടമ്പനാട് ഭദ്രാസനം എന്ന് പറയുന്ന അപ്രയന്റെ സ്വന്തം വകയാ. ഞാൻ ഇനി വേറൊരു കാര്യം സമയത്ത് ആമുഖമായി തന്നെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഇവരെ ആരെയും തിരുമേനിയൊന്നും കൂടുതൽ റെസ്പെക്ട് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ, കന്യാമറിയത്തിൽ നിന്ന് ജഡാവതാരം ചെയ്ത യേശു ക്രിസ്തു പിതാവെന്ന് വിളിച്ച പിതാവായ ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത്. ആ പിതാവിന്റെയും പുത്രന്റെയും തമ്മിൽ സാരാംശം കൊണ്ട് താനും ആ സൃഷ്ടിച്ച ദൈവത്തെ ഞാൻ നീ എന്നാ വിളിക്കുന്നത്. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. അതുപോലെ തന്നെ വേദപുസ്തകത്തിൽ പറഞ്ഞ അവന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നു. അവനെന്നും ഇവനെന്നും നീയെന്നും ഒക്കെയാ വിളിക്കുന്ന. ദൈവത്തിന് ഒരു എതിർപ്പുമില്ല. നീ എന്ത് വേണേലും എന്നെ വിളിച്ചോ, പാപം ചെയ്യാതിരിക്കണമെന്ന് മാത്രമേ ദൈവത്തിന് നിർബന്ധമുള്ളൂ. അങ്ങനെ സൃഷ്ടിച്ച ദൈവത്തെ ഞാന് നീയെന്ന് വിളിക്കുമ്പം ഈ അടൂർ കടമ്പനാട് ഭദ്രാസനാധിപൻ ഒരു നേരം പല്ല് തേച്ചില്ലെങ്കിൽ ഒരു മാഴി അപ്പുറത്തൂടെ പോലും പോകാൻ നിവർത്തിയില്ലാത്ത എവനെ കയറി തിരുമേനി എന്ന് വിളിക്കുന്ന എന്തോത്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഓർത്തഡോക്സുകാരുടെ കൂട്ടത്തിൽ ഒരു കൂട്ടം ശിഖണ്ഡികളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവർ ഓർത്തഡോക്സുകാരാ. ക്രിസ്തു മതവുമായിട്ട് ഇവർക്ക് ബന്ധമില്ല, ക്രിസ്തുവുമായിട്ട് ബന്ധമില്ല, ദൈവവുമായിട്ട് ബന്ധമില്ല. അവർ ഓർത്തഡോക്സുകാരാണ്. അവർ മാത്രമേ ഇവനെയൊക്കെ കയറി തിരുമേനി എന്നും മെത്രാനും ഒക്കെ വിളിക്കുകയുള്ളൂ. ഒരച്ഛനെ കയറി ഇത്രയും റവറൻ ഫാദർ എന്നൊന്നും വിളിക്കേണ്ട യാതൊരു കാര്യവുമില്ല. കാരണം പത്രോസ്ലീഹായെ കണ്ട് വണങ്ങിയപ്പോൾ പത്രോസ്ലീഹ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമസൃഷ്ടിയാണ്, ദൈവത്തെ ആരാധിക്കാനാ പറഞ്ഞത്. ഇത് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്നതാണ് ഈ കൊള്ളരുതാത്ത മെത്രാന്മാരിങ്ങനെ വഴിതെറ്റാൻ കാരണം. ഇതിന്റെ ഉത്തരവാദിത്വങ്ങൾ ഓർത്തഡോക്സ് സമൂഹത്തിലെ ഓരോ പൗരനും ഉണ്ട്. അർഹതയില്ലാത്ത സ്ഥാനം ഇവന് കൊടുത്തിട്ട്
അർഹതയില്ലാത്ത ബഹുമാനം കൊടുത്തിട്ട് ഇവന്റെ വ്യക്തിപരമായ ജീവിതത്തെ കുറിച്ച് അന്വേഷിക്കാതെ ഇവനെയൊക്കെ ഈ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്ത ഇവരാണ് ഇതിന് ഉത്തരവാദികൾ. ദൈവത്തോട് ഇവർ കണക്ക് പറയേണ്ടി വരും. ഇപ്പൊ തന്നെ ഈ അപ്പുറേനിങ്ങ് പോന്നു കഴിഞ്ഞപ്പോ നിലമ്പൂരുകാരെ 101 മെഴുകുതിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചെന്ന എന്റെ അറിവ്. കാരണം ഈ നാശയോഗ്യൻ ഇവിടുന്ന് മാറിക്കിട്ടിയല്ലോ. ഈ മുടിവിന്റെ പുത്രൻ ഇവിടുന്ന് പോയി കിട്ടിയതിനെ അവര് മെഴുകുതിരി കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചു എന്ന് അവിടുത്തെ ചില നാട്ടുകാരിൽ നിന്നുള്ള അറിവാ. വീണ്ടും ഞാനൊരു കാര്യം ഈ സമയത്ത് ഓർപ്പിക്കുന്നത്, ദീദിമോസ് നിമിത്തമാണ് ദൈവമല്ല അപ്പുറേനെ ഈ സ്ഥാനത്ത് കൊണ്ടുവന്നത്. ദീദിമോസ് കാതോലിക്ക എന്ന് പറയുന്ന ആ മനുഷ്യൻ മലബാർ ഭദ്രാസനത്തിന്റെ അധിപനായിരിക്കുമ്പോൾ ഇവർ തമ്മിലുള്ള ടേംസ് ആണ് ഈ പുള്ളി രംഗത്ത് വന്നത്. യേശു ഇവരെ വിളിച്ചതല്ല. ഇനിയും വിളിക്കപ്പെട്ടവരുണ്ടെങ്കിലും അനേകരുണ്ടെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടവർ കുറവാണെന്ന് യേശുക്രിസ്തു തന്റെ ഗിരിപ്രഭാഷണത്തിൽ പറയുന്നുണ്ട്. യേശുക്രിസ്തു 1000-ൽ പരം ശിഷ്യന്മാരെ വിളിച്ചിട്ടുണ്ട്, 72 അറിയിപ്പുകാരെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ തിരഞ്ഞെടുക്കപ്പെട്ടവർ 12 പേരെ ഉള്ളായിരുന്നു. പുഴുക്കുത്തില്ലാത്തതിനെ തെരഞ്ഞെടുക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ കൂട്ടത്തിൽ അപ്രേനെ ദൈവം തെരഞ്ഞെടുത്തതല്ല. അപ്രേൻ വേണേ കേസ് കൊടുക്കട്ടെ, ഞാൻ അതിന് തെളിവ് ജുഡീഷ്യറിയുടെ ഒരു ന്യായാധിപന്റെ മുൻപാകെ ഞാൻ കൊടുക്കാം. ഇവനെ ദീദിമോസ് ആണ് രംഗത്ത് കൊണ്ടുവന്നത്. ദീദിമോസ് ആരാണെന്ന് ചോദിച്ചാൽ ക്രൈം മാഫിയക്കാരോട് വിളിച്ച് ചോദിച്ചാൽ പറയാം അവൻ ആരായിരുന്നെന്ന്. അപ്പൊ ഞാനീ പറയുന്നത് ഇവനെയൊക്കെ കാതോലിക്കയാക്കി എടുക്കാനും ഇവനെ മെത്രാനാക്കാനും തക്കവണ്ണം ഈ സമൂഹം ഇത്രമാത്രം അധപ്പതിച്ചു പോയി. ഇതൊരു വെറും സമൂഹമാണ്. സഭയെന്ന് പറഞ്ഞാൽ കറയും ചുളുക്കവും ഇല്ലാത്തതാണ് സഭ. സഭയിൽ പുരോഹിതന്മാർ പീഡനക്കാരാകുകയല്ല. ഈ അടുത്ത കാലത്ത് മല്ലപ്പള്ളി തന്നെ കണ്ട് രാമക്കൽമേടിന് ടൂറും കൊണ്ടുപോയാൽ OBS ടൂറും കൊണ്ടുപോയ പാട്ടുകാരത്തെ പീഡിപ്പിച്ച സംഭവം കേൾക്കുന്നുണ്ട്. അവിടുത്തെ മെത്രാനെ അയാളെ ശിക്ഷിക്കാനൊക്കത്തില്ല. അയാളെ ശിക്ഷിക്കുകയോ ഉപദേശിക്കാൻ പോലും നിർണത്തെ മെത്രാൻ അധികാരമില്ല, അവകാശമില്ല. കാരണം ഞാൻ കഞ്ചാവ് വലിച്ചുകൊണ്ട് എൻ്റെ മോനോട് ബീഡി വലിക്കലെന്ന് പറയാൻ ഒക്കുമോ? അതുകൊണ്ട് ഞാൻ ഈ സൂചിപ്പിക്കുന്നത് നീതിമാൻ ആരുമില്ലെന്ന് ബൈബിളിൽ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ പൂർവ്വപിതാക്കന്മാരൊക്കെയും വിശുദ്ധിയോടും ജീവിതത്തോടും ജീവിച്ച് പടുത്തുയർത്തിയാണ് ഈ സഭ. ഈ കാട്ടാളമുട്ടന്മാരുകൾ ഈ സഭയെ നശിപ്പിച്ചു കളയുന്നു, സമൂഹത്തെ ഇല്ലായ്മ ചെയ്യുന്നു, ആട്ടുംപറ്റത്തെ ചെതറിച്ചു കളയുന്നു, ആട്ടുംപറ്റത്തിന്റെ മേധസ് തിന്നൊതുക്കുന്നു. കൊതുക് ചോര കുടിക്കുന്നത് പോലെ സഭയുടെ ഊർജം വലിച്ചു തിന്ന് കോടികളുടെ വിലപിടിപ്പുള്ള കാളയിലൊക്കെ കയറി വലിയ ആപ്പിളും മറ്റു സാധനങ്ങളുമേ ഇവനൊക്കെ തിന്നുള്ളൂ. ഫിഷ് മോളി മീൻ കൊടുത്താൽ കഴിക്കത്തില്ല, ഫിഷ് മോളി ആക്കിയാലേ കഴിക്കുള്ളൂ. ഇങ്ങനൊക്കെ കഴിക്കുന്നവന് ബ്രഹ്മചര്യം അനുഷ്ഠിക്കാൻ എങ്ങനെ കഴിയും? ഈ അപ്പറേനെ പോലെ സ്വഭാവദോഷമുള്ള വേറെ ധാരാളം മെത്രാന്മാർ ഈ കൂട്ടത്തിലുണ്ട്. ഇവരുടെ മേലൊരു നടപടി എടുക്കുന്നുണ്ടോ? ഞാൻ വീണ്ടും ചോദിക്കുന്നത് സങ്കടം കൊണ്ട് ചോദിച്ചു, പരിഹസിക്കാൻ വേണ്ടിയല്ല, പിറുപിറുക്കുകയുമല്ല. ഞാൻ സങ്കടം കൊണ്ട് ചോദിക്കുക. പീഡനക്കാരായ ധാരാളം പുരോഹിതന്മാരെ ഓർത്തഡോക്സിൽ പത്രദ്വാരയും വാർത്താ മാധ്യമങ്ങളിൽ കൂടെ വന്നു. ഇവരുടെ ആരുടെയെങ്കിലും പേരിൽ എന്തെങ്കിലും ഒരു നടപടി എടുത്തിട്ടുണ്ടോ സഭ? ഇപ്പൊ തന്നെ ഷൈജു കുര്യൻ ഇരുന്ന പള്ളിയിലൊക്കെ സ്ത്രീകളെ ഉപദ്രവിച്ചിട്ടുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങളെ ഉപദ്രവിച്ചിട്ടുണ്ട്. അവൻ കുർബാന ചൊല്ലിക്കൊണ്ടിരുന്നതായ റാന്നിയിലെ ഒരു പള്ളിയിൽ 5-6 മാസം ഇവന്റെ കൈമുത്താതെ ഇവൻ ചൊല്ലുന്നതിന് പ്രതിവാക്യം ചൊല്ലാതെ ഇരുന്നിട്ടുണ്ട്. അവിടുത്തെ ഒരു കുഞ്ഞിനെ പീഡിപ്പിച്ച കാരണം അവൻ ഇപ്പോഴേ വെളിയിൽ നിർത്തിയിട്ടുണ്ടെങ്കിലും അവൻ ശമ്പളം പറ്റിക്കൊണ്ടായിരിക്കുന്നത്, മാസശമ്പളം പറ്റിക്കൊണ്ട് അവന്റെ വീട്ടിൽ ചെല്ലും മണി ഓർഡറായിട്ട് പൈസ. എന്നിട്ട് രഹസ്യമായിട്ട് ചില കാര്യങ്ങളിലൊക്കെയും കയറി ഇടപെടുന്നുണ്ട്. മാതൃകാപരമായി സഭയുടെ ഒരു തലവന് എന്തെങ്കിലും ഒരു രീതിയിൽ അവനൊരു ശിക്ഷണം കൊടുത്തിട്ട് കുറ്റബോധം കൊടുത്തിട്ട് പാവി അവനെ നശിപ്പിച്ചു പോകണമെന്ന് ഉപേക്ഷിച്ച് കളയണമെന്നല്ല, അവന് മാനസാന്തരം വരുത്തി അവനെ തിരിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞാനൊരു ഉദാഹരണം പറയാം. പഴയ ചരിത്രം കൂടെ കുറച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പൊതുസമൂഹം ഞാൻ ഏറ്റവും അധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഇപ്പോഴും ഹൃദയം കൊണ്ട് പ്രാർത്ഥനയിൽ ഓർക്കുകയും ചെയ്യുന്ന ഒരു പിതാവാണ് പുത്തൻകാവ് കൊച്ചു തിരുമേനി. ആ പുത്തൻകാവ് തിരുമേനി പത്തനംതിട്ട കാതോലിക്ക കോളേജിന്റെ മൈതാനത്ത് പിള്ളേരുടെ കൂടെ ചേർന്ന് പന്ത് കളിക്കുമായിരുന്നു വ്യായാമത്തിന് വേണ്ടി. ഈ പന്ത് കളിയെ കുറിച്ച് ആരോ പരാതിപ്പെട്ടിട്ട് ജീവറിസിഡിയം ബാവായായിരുന്നു അന്ന് കാതോലിക്ക. ബാവായുടെ അടുത്ത് ഈ പരാതി ചെന്നു. കൊച്ചു കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ മെത്രാച്ചനും ഇതുപോലെ പന്ത് കളിക്കുന്നുണ്ടെന്ന്. മെത്രാച്ചനെ വേഗം വരുത്തിയതിന് ശേഷം ചോദിച്ചു, ഇങ്ങനൊരു കേൾവി ഞാൻ കേൾക്കുന്നു, വാസ്തവമുണ്ടോ? ഉടനെ പറഞ്ഞത് വാസ്തവമുണ്ട്, വ്യായാമത്തിന് വേണ്ടി രാവിലെ ഞാൻ അല്പം സമയം ചെലവഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഉടനെ ബാവാതിരുമേനി കൽപ്പിച്ചത്
വ്യായാമത്തിന് വേണ്ടി 40 കുമ്പിട്ടാ പോരായോ? ഇത് ചെയ്യണമോ? തലേ 12 കുരിശും വരച്ചു വെച്ചുകൊണ്ടിരുന്ന പന്തിന്റെ പുറകെ ഓടണോ എന്നുള്ള അർത്ഥത്തിലാണ് ഈ ചോദിച്ചത്. ആ പിതാവ് ജീവപര്യന്തം പിന്നെ പന്ത് കളിക്കാൻ പോയിട്ടില്ല. ഞാനിത് പറഞ്ഞത് ഒരു വ്യക്തിയെ എടുത്ത് മുന്നിൽ നിർത്തി പറയാമെന്നാണ്, ചിന്തിക്കരുത്. ഇങ്ങനെ ഉപദേശിച്ച് വഴി നടത്താൻ ഒരു പിതാവ് ഈ സമൂഹത്തിലുണ്ടോ, ഈ ഓർത്തഡോക്സിലുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കുകയാണ്. ഒരു പാപി, ഒരു പുരോഹിതനോ ഒരു മെത്രാനോ ഒരു തെറ്റ് ചെയ്താൽ നീ ചെയ്തത് തെറ്റാണെന്ന് പറയാൻ യോഹന്നാൻ സ്നാപകനെ പോലെ വിരൽ ചൂണ്ടാൻ കഴിവുള്ള ഒരു കാതോലിക്ക ഇവിടെ ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇനിയും കാതോലിക്കയെ കുറിച്ച് തന്നെ ഒരു ഭാഗം ചിന്തിക്കുമ്പോൾ ഇപ്പം 3 കാതോലിക്കയാണ് ദേവലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, സഭയെ ഭരിക്കുന്നത്. എന്റെ അറിവാണ് ഞാൻ ഈ പറയുന്നത്. 3 കാതോലിക്ക. ഒന്നാമത്തെ കാതോലിക്ക റീസ് കാതോലിക്ക, രണ്ടാമത്തെ കാതോലിക്ക കൊട്ടാരക്കര പണിക്കരച്ചനാണ്, എന്നാൽ ദിയോസ്കോറോസ് എന്ന് കോട്ടയംകാരൊക്കെ വിളിക്കും. മൂന്നാമത്തെ റബ്ബർ സ്റ്റാമ്പ് കാതോലിക്ക മലങ്കര മെത്രാന്റെ അധികാരത്തോടിരിക്കുന്നു. അദ്ദേഹത്തിന് ഇവരാണ് കയറി ഇവിടെ ഇപ്പൊ ആരെങ്കിലും ഒരു സങ്കടവുമായിട്ട് ചെന്ന റീസ് ആണ് കയറി ഇതിനോട് ഇടപെടുന്നത്. റീസിന് മുഴുവൻ കേൾക്കാൻ സമയവുമില്ല, കാരണം പുള്ളി VIP ആണ്. പുള്ളിക്ക് ഡൽഹിയുമായിട്ടും അമേരിക്കയുടെ പ്രസിഡന്റുമായിട്ടും ഒക്കെ ബന്ധപ്പെടേണ്ടിയിരിക്കുന്നതുകൊണ്ട് 1 മിനിറ്റ് കൂടുതൽ സംസാരിക്കാൻ ടൈം തരികയില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്ന, ഇങ്ങനെ ഈ റീസിനെയും മറ്റേ പുള്ളിയൊക്കെ ദേവലോകത്ത് വിളിച്ച് കയറ്റുന്നത് ദേവലോകമായിട്ടാണ് ഇത് കയറ്റുന്നത്. ദേവലോകം എന്ന് ഞാൻ എടുത്തു പറഞ്ഞതിന്റെ കാരണം ദൈവലോകമല്ല, ഇത് ദേവലോകമാണ്. അല്ലല്ല, ഇത് ചില വൈദികർ തന്നെ പറഞ്ഞ അധോലോകമാണെന്നാ പറയുന്നത്. എന്തുകൊന്ന് വെച്ചാല് ഇത് അധോലോകത്തിന്റെ ഒരു മേൽസ്ഥാനമാണ് ദേവലോകം എന്ന് പറയുന്നത്. ദൈവരാജ്യമല്ല ഇത്, ദൈവലോകമല്ല. ദൈവം അവിടെ ഇല്ല. കുറച്ച് ദേവന്മാരുണ്ട്. ദേവന്മാർക്ക് മാസം 1-ാം തീയതി വഴിപാട് കൊടുത്തു വിട്ടിരിക്കുന്ന മെത്രാന്മാരെയും കാതോലിക്കായും എനിക്കറിയാം. ആരെങ്കിലും വ്യക്തിപരമായിട്ട് വിളിച്ച് ചോദിച്ചാൽ ഞാനത് പറയാം. പിന്നെ പൊക്കോട്ടെ. ഇപ്പൊ ഞാനത് പറയുന്നത്, ഈ 3 കാതോലിക്കായ ഭരിക്കുമ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവനെ വിളിച്ച് നീ ചെയ്ത തെറ്റാണെന്നും തെറ്റവനെ കുറിച്ച് അവന് ബോധ്യം വരുത്തിയിട്ട് ആ തെറ്റ് നീ തിരുത്തി വരുന്നത് വരെയും നീ ഏതെങ്കിലും ഒരു ആശ്രമത്തിൽ പോയി 1 വർഷം പോയി ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ദാവീദിനെ പോലെ 51-ാം സംഘം ദൈവമേ നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ തോന്നണമേ എന്ന് ദാവീദിനെ പോലെ നീ അനുതാപിയായി വരുമ്പോൾ നിന്നെ തിരിച്ചെടുക്കാമെന്ന് പറയാൻ ഇതിന് കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് സഭയല്ല, കാട്ടാളമുട്ടന്മാരുടെ സമൂഹം. വീണ്ടും ഞാൻ സൂചിപ്പിക്കുന്ന സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പ്രതികാര ബുദ്ധിക്കോ വഞ്ചനാപരമായ ഉദ്ദേശിച്ചല്ല, വ്യക്തികളെ അധിക്ഷേപിക്കാൻ വേണ്ടിയല്ല. ഇതിനകത്തൊരു പരിവർത്തനം വരേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കുത്തഴിഞ്ഞ പുസ്തകമായി പോയി എന്ന് ചോദിച്ചാൽ, യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 12-ാം വാക്യത്തിലെ മറുപടി കിടപ്പുണ്ട്. ശാപം നിന്റെ നടുക്ക് കിടക്കുന്നു, നീ അത് നീ എങ്കിൽ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. ശാപം നിന്റെ നടുക്ക് കിടക്കുന്നു, നീ അത് നീക്ക്, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. ഞാനെന്ന് പറഞ്ഞ യഹോവയായ ദൈവത്തിന്റെ കരം നമ്മുടെ മേൽ വരും. ഈ സമൂഹത്തിന്റെ മേൽ ദൈവത്തിന്റെ കരമില്ല, അതിൽ യാതൊരു സംശയമില്ല. ഞാൻ ഈ പറയുന്നത് പാപകരമാണെങ്കിൽ ഇന്ന് സൂര്യാസ്തമനത്തിന് ശേഷം എൻ്റെ മാവിന് ക്യാൻസർ പിടിച്ച് പുഴുത്തു പോട്ടെ. ഇതിനകത്ത് ദൈവത്തിന്റെ കരമില്ല. എന്താണ് ശാപം? 120-ൽ പരം ശാപങ്ങളെ കുറിച്ച് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതിലൊരു ശാപത്തെക്കുറിച്ച് മാത്രം ഇപ്പോൾ ഒന്ന് സൂചിപ്പിക്കുക. ഈ കൂട്ടത്തിൽ ശാപം എന്നുദ്ദേശിക്കുന്നത് പഴയതാണ്, കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ്. ഓർമ്മയിൽ നിന്നൊക്കെയാണ് ഞാൻ ഈ പറയുന്നത്. ശരിയോ തെറ്റോ ഒക്കെ ദൈവത്തോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കണം. പഴയ സെമിനാരിയിൽ പത്രോസ് പാത്രിക്കീസ് ബാവ വന്ന് താമസിച്ചിരുന്നു. പത്രോസ് എന്നുള്ള പേരിൽ 2-3 പാത്രിക്കീസന്മാരുണ്ടായിട്ടുണ്ട്. പത്രോസ് 3-ാമനാണെന്ന എൻ്റെ ഓർമ്മ. പത്രോസ് പാത്രിക്കീസ് പഴയ സെമിനാരിയിൽ വന്ന് 8-ാം നമ്പർ മുറിയിൽ താമസിക്കുമ്പോൾ 3-ാം നമ്പർ മുറിയിൽ വട്ടശ്ശേരി തിരുമേനി ഉണ്ടായിരുന്നു. ഈ പാത്രിക്കീസ് ബാവ ഏതോ ഒരു കാരണവശാൽ വട്ടശ്ശേരി മലങ്കര മെത്രാനെ ശാസിക്കേണ്ടതായിട്ട് വന്നു. അതിന് വിധേയപ്പെടാഞ്ഞതിന് പത്രോസ് പാത്രിക്കീസ് ഇദ്ദേഹത്തെ മുടക്കി. ഇനി പത്രോസ് പാത്രിക്കീസിനെ കുറിച്ച് ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പാത്രിക്കീസന്മാരൊക്കെയും ശുദ്ധന്മാരും നിഷ്കളങ്കന്മാരുമായിരുന്നു അക്കാലത്തെ. ഇവിടുത്തെ ചില പ്രമാണികൾ പറയുന്നത് കേട്ട് അതുപോലെ അങ്ങ് ചെയ്യുമായിരുന്നു എന്നൊരു വലിയ കുറവുണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് കോട്ടയത്തെ ചില പ്രമാണികൾ പറഞ്ഞതനുസരിച്ചിട്ട് ഈ പാത്രിക്കീസ് ബാവ വട്ടശ്ശേരി തിരുമേനിയെ മുടക്കി. 8-ാം നമ്പർ മുറിയിൽ താമസിക്കുന്ന പാത്രിക്കീസ് ബാവ 3-ാം നമ്പർ മുറിയിൽ താമസിക്കുന്ന വട്ടശ്ശേരിയെ
പോസ്റ്റൽ വഴി കൽപ്പന അയച്ചു കൊടുത്താണ് മുടക്കിയത്. പോസ്റ്റൽ വഴിയായിരുന്നു. ഇത് വായിച്ച് ദീർഘശ്വാസം വിട്ട വട്ടശ്ശേരി തിരുമേനി പിറ്റേ ദിവസം ഒരു കൽപ്പന എഴുതി, നാം നിന്നെയും മുടക്കിയിരിക്കുന്നു. സഹോദരങ്ങളെ കേൾക്കണമേ, നാം നിന്നെയും മുടക്കിയിരിക്കുന്നു. അത് 3-ാം നമ്പരിൽ നിന്ന് പോസ്റ്റൽ വഴി 8-ാം നമ്പരിൽ ചെന്നു. പിന്നീട് ആ പിതാവിന്റെ അവസ്ഥ എന്തുവാണെന്നൊന്നും നമുക്ക് വിശദീകരിക്കാൻ ഒക്കില്ല. ഏതായാലും എന്റെ സ്വന്തം വിശ്വാസം, ഞാൻ ആരെയും പഠിപ്പിക്കില്ല, എന്റെ സ്വന്തം വിശ്വാസം, സ്വർഗത്തിലിരുന്ന് ദൈവം അത് കേസെടുത്തു, സ്വയമേ ആ കേസെടുത്തു. വട്ടശ്ശേരി തിരുമേനി ചോദിച്ചു, നിന്റെ മേലധികാരിയെ മുടക്കാൻ നിനക്കെന്ത് അധികാരം? ഒരു സമയത്ത് നീയും അതിന്റെ വിധേയപ്പെട്ട് നിന്നിരുന്നില്ലേ? അതിന് ഉടമ്പടി ചെയ്തതല്ലേ? അദ്ദേഹം ചെയ്തത് അനാവശ്യമായ മുടക്കാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അതിന് പരിഹാരം വരുത്തുമായിരുന്നല്ലോ. നീ അഹങ്കാരം കാണിച്ചതുകൊണ്ട് ഇന്നായിരുന്നോട്ടെന്നും പറഞ്ഞൊരു ശാപം കൊടുത്തു. സഹോദരങ്ങളെ, ഇന്ന് ഇടിവെട്ടി മരിച്ചാലും ശരി, ശാപം ഞാൻ പറയാൻ പോവുക. വട്ടശ്ശേരി തിരുമേനി അതിനുശേഷം അന്ത്യശ്വാസം വലിക്കുന്നവരെയും ഈ കൽപ്പന എഴുതി കൈവിറയ്ക്കുമായിരുന്നു. കാസായും പീലാസായും എടുത്തുകൊണ്ട് പടിഞ്ഞാറ് വരെ നടക്കാൻ നിവൃത്തിയില്ലാതെ വണ്ണം കൈ രണ്ടും വിറയ്ക്കുമായിരുന്നു. ഇനി അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ അനന്തരന്റെ മകനായിരുന്നു തിരുവനന്തപുരം ഭദ്രാസനത്തിന്റെ ആദ്യ മെത്രാനായിരുന്നു ദിയോസ്കോറോസ്. ഞാൻ അദ്ദേഹത്തിനോട് ദീർഘകാലം താമസിച്ചിട്ടുള്ളതാണ്. ഭദ്രാസന സെക്രട്ടറി ആയിരുന്നു ബേസിലരമനയുടെ. അദ്ദേഹം അച്ഛനായിരുന്നപ്പം 3 കുതിരയുടെ ശക്തിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മെത്രാനായി 1 കൊല്ലം കഴിഞ്ഞപ്പം വിറയ്ക്കാൻ തുടങ്ങി. എന്താണ് ഇതിന്റെ കാരണം? ഇത് 7 തലമുറ പിന്തുടരും. ശാപമാണ് ഇത്, ശാപമാണ്. 1 2 7 തലമുറ എന്നോട് പാപം ചെയ്യുന്നു. എന്റെ 14 തലമുറ വരെയും ചിലത് ഞാൻ ചോദിക്കുന്നത് 7 തലമുറ പിന്തുടരും. ഒരു അനന്തരേനെന്നുള്ള രീതിയിൽ ഈ ദിയോസ്കോറോസിനും കൈക്ക് പറയിൽ തുടങ്ങി. മെത്രാനായതിനു ശേഷമാണ്, ഈ വട്ടശ്ശേരിയുടെ കുപ്പായിട്ടതിന് ശേഷമാണ്. ഞാൻ പറയുന്നത് ഇതുപോലുള്ള ശാപങ്ങൾ ധാരാളം എടുത്തു പറയാനുണ്ട്. ധാരാളം എടുത്തിട്ട് ഈ ശാപം നമ്മുടെ ഇടയ്ക്കൊന്നും നീക്കാതെ സമുദായ കേസ് തീരത്തില്ല. സമുദായ കേസിനെ കുറിച്ച് ദീർഘമായി പോയെന്ന് കരുതല്ലേ സഹോദരങ്ങളെ, കേൾക്കണമേ. ഏതാണ്ട് 200 വർഷത്തിലധികമായി ഈ കേസ് തുടങ്ങിയിട്ട്. ഈ കേസല്ല, ആദ്യം CMS-കാരുമായിട്ടായിരുന്നു കേസ്. അവർ കേസ് പറഞ്ഞ് പഴയ സെമിനാരിയുടെ പകുതി കൂടുതൽ അവർ കൊണ്ടുപോയി. രണ്ടാമത് നവീകരണക്കാരെന്ന് പറഞ്ഞ് മർത്തോമക്കാരുമായിട്ട് കേസുണ്ടായിരുന്നു. അവർ സാധുക്കളായിരുന്നുകൊണ്ട് അവരെ കുറെയൊക്കെ വഹിക്കാൻ സാധിച്ചു. അത് കഴിഞ്ഞ ഉടനെയാണ് വട്ടിപ്പണ കേസ് ആരംഭിക്കുന്നത്. നവീകരണം കഴിഞ്ഞാൽ വേറെ താമസിക്കാതെ വട്ടിപ്പണം ആരംഭിക്കുകയാണ്, വട്ടിപ്പണ കേസ്. ഈ കേസിനെ കുറിച്ച് ഒറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, ഇത് സാക്ഷാൽ ഒരു കേസല്ല. ഇതൊരു ജുഡീഷ്യലിന് മുമ്പാകെ വരാവുന്ന ഒരു കേസല്ലിത്. കോട്ടയത്തെ 2-3 പ്രമാണികൾ തമ്മിലുള്ള വീട്ടുവഴക്ക് സഭയിലായതാണ്. ആ പ്രമാണിമാരാരാന്നൊക്കെ എന്നോട് നേരിട്ട് ചോദിച്ചാൽ ഞാൻ പറയാം, പരസ്യമായിട്ട് ഞാൻ പറയുന്നില്ല. കോട്ടയത്തെ ചില പ്രമാണിമാര് വീട്ടുകിഴക്ക് അണ്ടിയാന്നോ മാവാന്നോ മൂത്തെന്നുള്ള ആ അഹങ്കാര ചിന്തയിൽ നിന്ന് ഉടലെടുത്തത് പള്ളിയിൽ വഴക്കായി, അത് സഭയിലായപ്പോൾ പിടിച്ചു നിൽക്കാൻ വയ്യാതെ വന്നപ്പോൾ വർഗീയത പറയാൻ തുടങ്ങി, പാർഷ്യാലിറ്റി പറയാൻ തുടങ്ങി. പത്രോസിന് പ്രാധാന്യം കൂടി, തോമായ്ക്ക് പട്ടമില്ലെന്നായി, തോമ നെല്ല് കൊയ്യാൻ വന്നതാണെന്ന് പറയാൻ വന്നതായി. അങ്ങനെ ഇത് വല്ലാതെ സാത്താനെ, യേശുക്രിസ്തുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവനാദി മുതലേ കുലപാതകനെ അറുപ്പാനും മുടിപ്പാനും വന്നിരിക്കുന്നു. ഞാൻ നല്ല ഇടയനാകുന്നു. ഈ നല്ല ഇടയന്റെ വാക്ക് കേൾക്കാൻ ഈ ഓർത്തഡോക്സ് സമൂഹത്തിൽ ആളില്ലെന്ന്. ഇങ്ങനെയുള്ള ഈ ശാപങ്ങൾക്ക് പരിഹാരം വരുത്താനാണ് യോശുവ പറഞ്ഞിരിക്കുന്നു. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 1-ാം വാക്യത്തിൽ നിന്ന് യഹോവ ശാപം നിന്റെ നടുക്ക് കിടക്കുന്നു, നീ ഇത് നീക്ക്. 200 അല്ല 500 കൊല്ലമായാലും കേസ് ഞാൻ പരിഹരിച്ചിട്ട് ഈസി ആയിട്ട് ഇത് പ്രശ്നം തീർത്തു തരും. പള്ളിപിടുത്തത്തെ കുറിച്ചൊക്കെ അപ്പുറയും പറഞ്ഞു. പള്ളിപിടുത്തം, പെണ്ണുപിടിയെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പള്ളിപിടിയെന്ന് ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ എന്റെ ജീവിതത്തിൽ. എനിക്ക് 75 വയസ്സ് കഴിഞ്ഞു. പെണ്ണുപിടിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പുറേനെ നിനക്ക് തലയ്ക്ക് സുഖമില്ല, നിനക്ക് ദുരാത്മാവാണ്. നിന്നെ വച്ച് പുലർത്തുന്ന അടൂർ കടമ്പനാട് ഭദ്രാസനക്കാരോട് ഞാൻ പറയുന്നു, ഇവന്റെ രഹസ്യമുറിയിൽ ഒരു ക്യാമറ ഇവൻ അറിയാതെ വെച്ച് നിങ്ങളത് കാണാമെങ്കിൽ അടൂര് കടമ്പനാട്ടി എന്നിരിക്കും, കടമ്പനാട് അടൂര് വന്നിരിക്കും. രണ്ടും കൂടെ കൂടി അറ്റ്ലാന്റിക് ചാടി ആത്മഹത്യ ചെയ്യേണ്ടി വരും. ഇനി ഇവനെ പോലെ തന്നെ വേറെ ധാരാളം ഉണ്ട്. മൂവാറ്റുപുഴത്തേണ്ടിരിക്കുന്നു ഒരു 8-കാരി, അവൻ പാത്രക്കീസിൽ നിന്ന് ഇങ്ങോട്ട് കുടിയേറിയതാണ്. യാതൊരു വിശ്വാസപരമായ കാര്യത്തിൽ കുടിയേറിയതല്ല. അവിടെ ഒരു മെത്രാനുമായിട്ട് കോമ്പറ്റീഷൻ ചെയ്ത് തോറ്റപ്പോൾ എന്നാ പിന്നെ തേണ്ട കിടക്കുന്നു, പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇവിടെ വന്നു. ഇന്ന് അദ്ദേഹം ചെലവ് കഴിഞ്ഞു പോകുന്നത് ഗൂർഖാൻ കൊടുത്ത 2 കോടി രൂപയാണെന്നാണ് എൻ്റെ അറിവ്.
ഗൂർഖാന് പട്ടം കൊടുത്തത് ഈ പുള്ളിയും വേറൊരാളും കൂടെ കൂടിയാണ് പട്ടം കൊടുത്തത്. ഗൂർഖാൻ എന്ന് പറയുന്നത് ചീനരാജ്യത്തെ ഒരു ഗുണ്ടാത്തലവനാണ്, റൗഡിയാണ്, ഭോഗപ്രിയനാണ്. ഷൈജു കുര്യനേക്കാൾ ഭോഗപ്രിയനാണ് അവൻ. അങ്ങനെ ഇരിക്കുന്ന അവന് കയറി പട്ടം കൊടുത്തിട്ട് മെത്രാനായി അവനിപ്പം ജർമ്മനിയിൽ പോയി സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. അവൻ ഈ കാശ് മുതലാക്കാൻ വേണ്ടി മലങ്കരയിൽ ഓടി നടന്ന് കാണുന്ന എട്ടുകാലിക്ക് മുഴുവൻ മെത്രാനാക്കി. കിട്ടാവുന്ന കാശ് വാങ്ങിച്ച് അവൻ ജർമ്മനിക്ക് പറ്റി. ഇതൊക്കെ ഒരു സഭയുടെ ലക്ഷണങ്ങളാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കുറ്റം പറയല്ല സഹോദരങ്ങളെ, ഇതൊക്കെ ഒരു സഭയുടെ ലക്ഷണമാണ്. സഭ കറയെ ചുളുക്കമില്ലാത്ത ദൈവത്തിന്റെ ഊനമില്ലാത്ത മണവാട്ടിയാണ്. യേശു ക്രിസ്തു പറയുന്നു, ഞാൻ സ്ഥാപിച്ച് എന്റെ സഭയെ നല്ല പറഞ്ഞിരിക്കുന്നത്, എന്റെ ചങ്കിലെ ചോര കൊടുത്ത് ഞാൻ വാങ്ങി എന്റെ സഭയെ നിങ്ങൾ സംരക്ഷിപ്പീരെന്ന് പറഞ്ഞത്. ഇങ്ങനെയാണോ സംരക്ഷിക്കുന്നത്? അപ്പറേൻ ഇങ്ങനെ ഒരു അഭിപ്രായം ആത്മാർത്ഥമായ അഭിപ്രായമാണെങ്കിൽ അത് സുനോദോസിൽ പറഞ്ഞുകൂടെ? സുനോദോസ് അതിന് തീരുമാനം എടുത്തുകൂടെ? ഇനി അതും അല്ലെങ്കിൽ സുനോദോസ് തീരുന്നില്ലെങ്കിൽ എന്റെ ഭദ്രാസനം എന്റെ സ്വന്തമാണല്ലോ. ഇതിങ്ങനെ വിളിച്ചു പറയാതെ അവനത് പ്രായോഗിക മനസ്സിൽ ചെയ്താൽ പോരായോ? പുള്ളി പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് പല പ്രാവശ്യം സുന്നകദോസി പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു മുട്ടും നടക്കാത്തതുകൊണ്ടാണ് ഞാൻ ജനങ്ങളോട് പറയുന്നത്. അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ജനങ്ങളോട് ഇവൻ പറയണ്ട. ഇവൻ അവന്റെ പ്രായോഗിക വശത്തുകൂടി ഈ വഴക്കുണ്ടാക്കുന്ന പള്ളിയിൽപ്പെട്ട മെയിൻ പുള്ളികളെ എന്ന് വിളിച്ച മക്കളെ, നമുക്ക് നല്ലതല്ല കുഞ്ഞുങ്ങളെ. അവരെന്ന് പറയുന്നത് ഒരു അന്യരല്ല, ഒരു നാണയത്തിന്റെ രണ്ട് വശമാണ്. അസ്ഥിയിൽ നസ്ഥിയും മാംസത്തിൽ മാംസവുമാണ്. അവരോട് നമ്മൾ ഇങ്ങനെ മത്സരിക്കേണ്ട മക്കളെ എന്ന് ഈ കള്ള റാസ്കൽ അപ്പുറേന് പറഞ്ഞു കൊടുക്കരുതോ? അവൻ സുനോദോസിൽ ഉണ്ടാക്കേണ്ട. സുനോദോസിൽ ഇവനേക്കാൾ വലിയ കാട്ടുകള്ളന്മാരായിരിക്കുന്നത്. ഞാൻ വേറൊരു കാര്യം കൂടെ പറയാൻ ഉദ്ദേശിച്ചു. കേസുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കേസെടുത്തോ, ഞാൻ ഏത് കോടതിയെ അഭിമുഖീകരിക്കാം. കാരണം ഇവർ ഈ കൈ മലത്തി പിടിച്ച് കുർബാനയ്ക്ക് മുമ്പ് കൈ മലത്തുന്നതിനെ കുറിച്ച് ഞാൻ ഒരുപാട് നാളെ ചിന്തിച്ചു. കുർബാനയ്ക്ക് മുമ്പ് അത് കഴിഞ്ഞ് പിന്നെ വിശ്വാസപ്രമാണം ചൊല്ലിയേച്ചും കൈ കഴിയേച്ചൊന്ന് കൈ മലത്തി കാണിക്കുന്നു. ഇങ്ങനെ കൈ മലത്തി ഇവിടെ കാണിച്ചത് ഇവിടുത്തെ ഒരു മുഖ്യമന്ത്രി മാത്രമേ ഉള്ളൂ, എൻ്റെ കൈ ശുദ്ധമാണെന്നും പറഞ്ഞു. അത് കേട്ട പുള്ളിയുടെ ഭാര്യയും മക്കളും കൂടെ കുനിഞ്ഞിരും ചിരിച്ചെന്നുമാണ് ചിലരൊക്കെ പറയുന്നത്. എന്നാൽ എൻ്റെ കൈ ഈ മലത്തി കാണിക്കുന്നതിൻ്റെ അർത്ഥം എനിക്ക് ഈ അടുത്ത സമയത്തായത് മനസ്സിലായത്. ഞാൻ പറഞ്ഞല്ലോ സഹോദരങ്ങളെ, ഇവരുടെ പീഡനത്തെ കുറിച്ച് പറഞ്ഞല്ലോ. അവർ നമ്മളോട് ഈ കുർബാനയ്ക്ക് മുമ്പ് രഹസ്യമായിട്ട് ഇവർ പറയുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നില്ല. ഞാൻ ആ പെണ്ണിനെ പിടിച്ച് പീഡിപ്പിക്കുവോ, അവളോട് എന്തെങ്കിലും അവമര്യാദയായിട്ട് ചെയ്യുവോ, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വിശ്വാസികളെ, ഞാൻ അവരുടെ ശരീരത്തിൽ നിന്നോ മാറുടത്തിൽ നിന്നോ മറ്റൊരു ഭാഗത്തു നിന്നോ ഒന്നും ഞാൻ വലിച്ചു പറിച്ചെടുത്തിട്ടില്ല. എൻ്റെ കൈ ശുദ്ധമാണെന്നാ. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ഈ ഗോതമ്പ് പൊടി കർത്താവിന്റെ ശരീരമാകാൻ, ഇത് പുഴുവിന്റെ ശരീരമാകുള്ളൂ. ഈ പൊടിക്കാത്ത പുഴുവിന്റെ ശരീരമേ ആകുള്ളൂ. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞ് ഇവൻ കൈ മലർത്തി കാണിക്കാൻ. ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമുണ്ട്. സ്വർഗത്തിൽ നിന്നൊരു എക്സ്റേ ഉണ്ട്. സ്വർഗത്തിൽ ഒരു എക്സ്റേ ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല. ആ എക്സ്റേ എടുത്താൽ ഞാൻ എൻ്റെ 2 വയസ്സ് മുതൽ ഞാൻ എന്തെല്ലാം എൻ്റെ കൈ കൊണ്ട് ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഈ കയ്യിൽ നിന്ന് എക്സ്റേ എടുത്താൽ പടം വരും. ഈ സ്വർഗത്തിലെ എക്സ്റേ എടുത്താൽ ഈ കയ്യിലെടുത്താൽ ഇതിന്റെ പടം ഇവിടെ വരും. അകത്തിരിക്കുന്ന ചങ്കിന്റെയും കരളിന്റെയും പടം എക്സ്റേയിൽ കൂടെ പുറത്തു വരുന്ന പോലെ ഇത് പുറത്തു വരും. ഈ മലങ്കര സഭയിൽ ഏതൊരു മെത്രാന്റെ കൈയെടുത്ത് ഈ സ്വർഗത്തിലെ എക്സ്റേ കൊണ്ടെടുത്താൽ സ്ത്രീ ശരീരം പതിയാത്ത ഏത് കൈയുണ്ടെന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഇപ്പൊ ഞാൻ മരിച്ചു വരാം, ഇപ്പൊ ഞാൻ എന്റെ ജീവനെ ഉപേക്ഷിച്ച് കളയാം ഉണ്ടെന്നൊരാൾ പറ. ഈ കൈയുടെ എക്സ്റേ എടുത്ത് ഇത് മുഴുവൻ കൊടിയ പാപമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം പറയുന്നത് പോലെ അടിമുടി കുട്ടം. ഞെക്കി പഴുപ്പ് കളഞ്ഞിട്ടില്ല. ഈ പഴുപ്പ് വെച്ച് ഈ മുടിഞ്ഞവന്മാർ ഈ സമൂഹത്തെ നശിപ്പിക്കുകയാണ്. തീറ്റിയാണ് ഇവന്മാരുടെ പ്രധാനം. രണ്ടാമത്തെ പ്രാധാന്യം ഇഷ്ടപ്പെട്ട ചില വനിതാ രത്നങ്ങളുമായിട്ടുള്ള കൂടിക്കാഴ്ചകളും വേഴ്ചകളുമാണ് ഇവന്റെ ആവശ്യം. സഭയെ നടത്താനോ ആഗ്രഹമില്ല. ഞാൻ കാതോലിക്കായ ഒരു പ്രാവശ്യം കൂടെ ഓർത്തു സംസാരിച്ചു പോവാ സഹോദരങ്ങളെ. ഈ കാതോലിക്ക ബാബായ്ക്ക് പ്രാർത്ഥിക്കാൻ സമയം കിട്ടുമോ? അദ്ദേഹത്തിന്റെ സ്വന്തം പ്രൊജക്റ്റുകളായിട്ട് 5-8 പ്രൊജക്റ്റുകൾ മന്ദബുദ്ധികളെന്നൊക്കെ പറയുന്നത്. ഇതിന് പണം സമ്പാദിക്കാൻ നടക്കുകയല്ലാതെ ഇദ്ദേഹത്തിന് പ്രാർത്ഥിക്കാൻ സമയം കിട്ടുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇവൻ ഈ 16 ട്രസ്റ്റുകൾ ഉണ്ടാക്കി ആ ട്രസ്റ്റുകളുടെ പേരിൽ ഇതുപോലെ കുറെ പേരെ സാമ്പിളായിട്ട് സ്പെസിഫിൻ ആയിട്ട് വെച്ചിട്ട് ഈ കള്ളൻ പിരിവല്ലേ നടത്തുന്നത്? സഹോദരൻ എന്ന പദ്ധതിയും പിടിച്ച് ഇവൻ തീവട്ടിക്കൊള്ളക്കാരനല്ലേ? തീവട്ടിക്കൊള്ളയാണ് കൊള്ള. അതും ഇവിടെ കായങ്ങളും കൊച്ചുണ്ണിക്കൊക്കെ സ്വർഗരാജ്യം കെട്ടിയാൽ ഇവരാരും ജോർദാനൊക്കെ കിടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സഹോദരങ്ങളെ. ഇദ്ദേഹത്തിന്റെ പ്രൊജക്ടിന് ഏതെങ്കിലും 1 ലക്ഷം രൂപ സംഭാവന കൊടുക്കാമെങ്കിൽ ഏത് പാപം ചെയ്തതിന് ദുഃഖ വെള്ളിയാഴ്ച വേണേലും കല്യാണം നടത്താൻ കൽപ്പന തരും.
ഇപ്പൊ തന്നെ ഞാൻ അറിയുന്നു ഷൈജി കുര്യൻ കൃത്രിമ മാർഗത്തിൽ കൂടി ഇവിടുത്തെ ചില കൗൺസിലർമാരെ കൂടെ ഒക്കെ സ്വാധീനിച്ചിട്ട് ബാവായ്ക്ക് അപേക്ഷ കൊടുത്തിരിക്കുക എന്നെ തിരികെടുക്കണമെന്ന് പറഞ്ഞ്. ഒന്ന് ചിന്തിച്ച് നോക്കി, ഇത്രയും വഷളത്തരം കാണിച്ചവനെ ഒരു വിളിച്ചൊന്ന് കുമ്പസാരിപ്പിക്കുകയോ ഒരു ഉപദേശം കൊടുക്കുകയോ നിന്നെ കുറിച്ച് ഈ കേൾക്കുന്നൊക്കെ സത്യമാണോ എന്ന് അവനോടൊന്ന് ചോദിക്കാൻ ഈ കാതോലിക്കായ്ക്ക് കഴിയുമോ? മുമ്പേ അച്ഛൻ പറഞ്ഞ പോലെ കഞ്ചാവ് പിടി വലിച്ചുകൊണ്ട് നിൽക്കുന്നവൻ ദിനേശ് പിടി വലിക്കരുത് പറയുന്ന പോലെ അവനോട് വിളിച്ച് അവനെ ഗുണദോഷിക്കാൻ പോലും പറ്റുമോ ഇവനൊക്കെ? അതുകൊണ്ട് മനസാക്ഷിയോടെ ഞാൻ കാതോലിക്ക ബാവയുടെ അപേക്ഷിക്കുന്നു, ഈ പ്രൊജക്റ്റുകൾ മുഴുവനും യേശുവിന്റെ നാമത്തിൽ യേശു ചെയ്തുകൊള്ളും. നിങ്ങളെ ഏൽപ്പിച്ച ജോലി ചെയ്യുക. ഞാൻ മുമ്പൊരിക്കൽ സൂചിപ്പിച്ചാണ്, വർഷങ്ങൾക്ക് മുമ്പ് സൂചിപ്പിച്ച ഒരു ഭാഗം വീണ്ടും ആവർത്തനം കൊണ്ട് ക്ഷമിക്കണമേ. എസക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ എസക്കിയേൽ പ്രവാചകനെ 38 പ്രാവശ്യം വിളിക്കുന്നുണ്ട്, മനുഷ്യപുത്ര എന്ന് വിളിക്കുന്നുണ്ട്. ആ 3-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് പറയുന്നു, മനുഷ്യപുത്ര നിന്നെ ഞാൻ ഇസ്രായേൽ ഗൃഹത്തിന് കാവൽക്കാരനാക്കിയിരിക്കുന്നു. ഈ കാവൽ ജോലി നടത്തിയിരിക്കുന്ന ഈ മനുഷ്യൻ കാവൽക്കാരനായിട്ട്, ആടിന്റെ കാവൽക്കാരനായിട്ടിരിക്കുന്നവൻ വ്യഭിചാരത്തിന് നടന്നാലും കഞ്ചാവ് പിടി വലിച്ചേച്ച് കിടന്നുറങ്ങിയാലും ആടിനെ ചെന്നായി കൊണ്ടുപോയില്ലേ? കാതോലിക്കായ്ക്ക് പ്രാർത്ഥിക്കാൻ നേരമില്ല. ഷൈജി കുര്യന് നല്ലൊരു എമൗണ്ട് കൊണ്ട് കൊടുക്കുന്നുള്ള അറിവാണ്, തെളിവൊന്നും എന്റെ കയ്യിലില്ല, അറിവാണ്, രഹസ്യമായിട്ടല്ലേ ഇപ്പോഴും കൊടുക്കുന്നത്. അല്ല, ഈ സമൂഹത്തിന് ഒരു കാര്യം ഇവനെ തിരിയെടുത്താൽ സെന്റ് തോമസ് അരമന എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം റാന്നി കാണുകയില്ലെന്ന് ഞാനാണ് പറഞ്ഞിരിക്കുന്നത്. അരമനയെന്ന് പറഞ്ഞ അരമനെ മേരിയെ ഇങ്ങനെ പെരുമ്പഴാറ്റി ചാടിയെന്ന് കണക്കിയാൻ നീക്കോദിമോസിനെ കൊണ്ട് പറയിപ്പിക്കും. അരമനയിൽ നിന്ന് കുശിനിക്കാരെത്തി ആത്മഹത്യ ചെയ്യാൻ റാന്നി പമ്പയാറ്റിൽ എന്തിനെടുത്ത് ചാടി? അവളെ പിന്നെ കൊണ്ടു നടന്ന റൂട്ടൊക്കെ എനിക്കറിയാം, ഞാൻ ഇപ്പോൾ ഇതിന് വിശദീകരിക്കുന്നില്ല. ഈ ഷൈജിക്ക് ഇത്രയും വലിയൊരു തെമ്മാടിത്തരം കാണിച്ച, അഹങ്കാരം കാണിച്ച, വേറെ തെറ്റൊന്നുമല്ല, കുറെ പണസംബന്ധമായ കാര്യമൊന്നുമല്ല, ഈ കൊച്ചു കുഞ്ഞുങ്ങളെ പോലും പീഡിപ്പിക്കുകയും കുടുംബമായിട്ട് അന്തസ്സായിട്ട് ജീവിക്കുന്നവരെ കുംഭസാരത്തിൽ കൂടെ പാപത്തിലേക്ക് പ്രലോഭിക്കുകയും ചെയ്ത് ഇവനെ വീണ്ടും കുപ്പായവിട്ട് ദേവാലയത്തിന്റെ അൾത്താരെ നിൽക്കുമെങ്കിൽ ഇവനോടുള്ള സങ്കടം കൊണ്ടായി സഭയെക്കുറിച്ചാണ്, ഈ സമുദായത്തെക്കുറിച്ച് ഇത്രയും പറയേണ്ടി വന്നത് തന്നെ ഇതുപോലുള്ള പീഡനക്കാര് പുരോഹിതന്മാരെ കുറിച്ചാണ് പറയാൻ. അല്ലാതെ സഭ എന്ന് പറയുന്നത് ദൈവത്തിന്റെ മണവാട്ടി സഭ, ഇതിനകത്ത് കുറെ മെമ്പേഴ്സ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ തന്നെ സഭയെ ഭരിക്കുന്നതിന്റെ കൂട്ടത്തിൽ എന്റെ സ്വന്തം വിശ്വാസമാണ്, സഭയെ നടത്തുന്ന കൂട്ടത്തിൽ ട്രസ്റ്റിയുണ്ട്, മറ്റേതുണ്ട്, മറിച്ചുണ്ട്, റീഷുണ്ട്, കൂശുണ്ട്, എല്ലാം ഉണ്ട്. ഇതിനകത്ത് ദൈവത്തിന്റെ ആത്മാവുള്ള ഒരാളെ ഉള്ളെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ബിജു ഉമ്മൻ, സഭാ സെക്രട്ടറി ബിജു, അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ മാത്രമാണ്. മറ്റേത് മുഴുവനും ലൂസിഫറിന്റെ ഏജന്റന്മാരാണ്. എവിടെ ക്യാമറ കാണുന്നു അവിടെ കൊണ്ട് മുഖം കൊടുക്കുന്ന, അവന്റെ മുഖം കണ്ട പല്ലെല്ലാം പൊഴിഞ്ഞ് കുരങ്ങിന്റെ മുഖം പോലെ ആയി, എന്നിട്ടും അവൻ നിർത്തുന്നില്ല അഴിമതി. സഹോദരങ്ങളെ, സഭയെ നടത്താനല്ല, സഭയുടെ ഊർജം വലിച്ചു കുടിക്കാനാണ് ഇവരൊക്കെ ഈ സ്ഥാനത്ത് ഇരിക്കുന്നത്. ഈ സഭയിൽ നിന്ന് ഒരു കൈയിൽ ശുദ്ധമാണെന്ന് പറയാൻ കഴിവുള്ള അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ വിശ്വാസം സത്യമെന്ന് ഞാൻ കരുതുന്നു. മറ്റേതെല്ലാം ലൂസിഫറിന്റെ ഏജന്റന്മാരാണ്. റീഷ് കോറസ്കോപ്പായോട് ഒരു വാക്ക് എനിക്ക് ഈ കൂട്ടത്തിൽ പറയാനുണ്ട്. നിന്റെ തൊപ്പിയും ബെൽറ്റും നിന്റെ അണ്ടർയാറും ഒക്കെ നയിച്ചു വെച്ചത് ഒരു കൈരി കൊടുത്തോണ്ട് എന്റെ അടുത്ത് വാ, നിന്നെ ഞാൻ വേദപുസ്തകത്തിലെ മർമ്മങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരാം. തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. നീ സ്ത്രീകളിൽ ജനിച്ചവരിൽ നീ ഏറ്റവും വലിയവനായിരിക്കും. സ്വർഗരാജ്യത്തിൽ കിടക്കുന്ന പുഴു നിന്നേക്കാ വലിയവനായിരിക്കും. ആ കുടുംബത്തിന്റെ പേരുകൂടെ ഈ നാശയോഗ്യൻ കളഞ്ഞു. ഈ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ഓർമ്മ വന്ന് സൂചിപ്പിക്കുക സഹോദരങ്ങളെ. ഭാവാതിരുമനസ് കൊണ്ട് കൽപ്പിച്ചു പരിശുദ്ധ കാതോലിക്കാന്നൊക്കെയാണ് നമ്മൾ സംഭവം ചെയ്യാറുള്ളത്. ഇദ്ദേഹത്തിന് ഈ സ്ഥാനം കൊടുക്കണമെന്ന് പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചു. ഞാൻ എന്റെ സഭയുടെ തലവനെ കുറിച്ച് തന്നെയാണ് ഈ പറയുന്നത്, ധൈര്യം ഉണ്ടായിട്ട് തന്നെയാണ് പറയുന്നത്. പരിശുദ്ധാത്മാവ് ഇങ്ങനൊരു കാര്യം പ്രേരിപ്പിക്കത്തക്കവണ്ണം ഞങ്ങൾ അത്രമാത്രം മുണ്ണകളായി പോയെന്നാണ് ഞാൻ ചോദിക്കുന്നത് കാതോലിക്കായോട്. കാരണം ദൈവത്തിന്റെ ലിസ്റ്റിൽ പൗരോഹിത്യത്തിന് 2 ക്ലോസേ ഉള്ളൂ, പുരോഹിതനെന്നും മഹാപുരോഹിതനെന്നും. മറ്റ് ക്ലോസുകളെല്ലാം ഇവിടെ ഓരോ 8 കാര്യങ്ങൾ വെച്ച് ചേർത്തതാ. ഈ റംബാൻ എന്നൊക്കെ പറയുന്നത് വെറുതെ ഈറ്റത്തുണി തലയിലിട്ടുകൊണ്ട് നടക്കുക സഹോദരങ്ങളെ. ഇതിനകത്ത് ഒരു കാര്യമില്ല. പക്ഷെങ്കിൽ അഴകിയനെ കണ്ട് അപ്പനെ വിളിക്കുന്ന ഒരു സമൂഹം ഈ കൂട്ടത്തിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, മെത്രാന്മാര് അപ്രേനായാലും കുപ്രേനായാലും ഏത് പഴമായാലും നീ മോതിരമിട്ട് ഞാൻ രാജാവാന്നും പറഞ്ഞ് നടക്കാതെ നിന്റെ കുപ്പായ ഊരി വെച്ചിട്ട് നീ വേദവസ്ത്രം പടി. നീ നിന്റെ ചാപ്പലില് അൾത്താരിൽ മുട്ടുമടക്കി 1 മണിക്കൂർ നിന്നില്ല.
ഈ സഭയിലെ കേസ് തീരും. അപ്രേൻ സ്വയം എടുക്കാനാകാൻ ശ്രമിക്കണ്ട. അപ്രേൻ ആരാന്ന് പോലും തനിക്കറിയത്തില്ലടോ. അവിടെ കടമ്പനാടിനും അറിയത്തില്ല, അടൂരിനും അറിയത്തില്ല അപ്രേൻ ആരാന്ന്. ഭാഗ്യവാനായ അപ്രേന്റെ പേര് നീ കയറിയിട്ടിട്ട് ആ പരിശുദ്ധ നാമം കൂടെ നീ നശിപ്പിച്ചു കളയല്ലയോ. അപ്രേന്റെ ഒരു പാട്ടിന്റെ 2 ലൈനിൽ ഞാൻ പാടാം. നിന്തിരു മനസ്സിനെ ഞാൻ അറിഞ്ഞു, ഞാനതിനെ ചെയ്യുവാനായി, നിന്തിരു മനഗുണമതിനാലേ എനിക്ക് നീ കൃപയരുളണമേ. ദൈവത്തിന്റെ മനസ്സെന്തുവാണ്? നിന്തിരു മനസ്സിനെ ഞാൻ അറിഞ്ഞു. ദൈവത്തിന്റെ മനസ്സ്, ദൈവത്തിന്റെ ഇഷ്ടം, ദൈവം ഞാൻ ഉദ്ദേശിക്കുന്ന കന്യാമറിയത്തിൽ ജഡാവതാരം ചെയ്ത യേശുവിനെയാണ്. തങ്കിലെ ചോര കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ യേശുവിന്റെ മനസ്സ് എന്താണെന്ന് അറിയാതെ നിന്റെ വീട്ടിൽ പോയി നിലമ്പൂർ പോയി പറയണം ഇത് അടൂരിലെന്ന് പറഞ്ഞാൽ അപ്പറേനെ നീ വിവരം അറിയും. ഞാൻ പറഞ്ഞേക്കാം. നീ ഞങ്ങളുടെ കാശും ഞങ്ങളുടെ ഈ സാധുക്കളെ വിധവയുടെ ചില്ലിക്കാശ് വിട്ടിട്ട് മൂട്ടയെ പോലെ രക്തം കുടിച്ച് വീർക്കുന്നവനെ, ഒരാളെ മാത്രമല്ല, കണ്ട കൊല്ലത്തൊരു മനോരോഗിയിരിക്കുന്നു ദീപന്യാസം പറഞ്ഞ് മുമ്പേ ഞാൻ പറഞ്ഞ ക്രൈം മാസി അയാളാണ് കത്തിച്ച് കളഞ്ഞത്. ഈ ദീദിമോസിനെ കുറിച്ചുള്ള വാർത്തകൾ ക്രൈം മാസിക്കകത്തുണ്ട്. അതിന്റെ കുറച്ച് കത്തിയ ബാക്കി ഭാഗം ഇവിടെ റാന്നിയിൽ ഒരാളുടെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇങ്ങനെയുള്ളതായ ഈ 8 കാര്യങ്ങൾ കൂടി ഇവൻ ആവശ്യമില്ലാത്ത വേഷഭൂഷാദികൾ ഇട്ടിട്ട് ഞാൻ ചോദിക്കുന്നു, എന്നെ കേൾക്കുന്നവരോട് ഞാൻ ചോദിക്കുന്നു, ഈ അടുത്ത കാലത്ത് മാർപ്പാപ്പായെ തെരഞ്ഞെടുത്തല്ലോ, അതിന് മുമ്പ് മാർപ്പാപ്പമാരുണ്ടല്ലോ. എന്റെ അറിവനുസരിച്ച് 138 കോടി ജനങ്ങളുടെ തലവനാണ്. അതേ ഒരു വെള്ളക്കുപ്പ, ഒരു സ്റ്റീലിന്റെ കുരിശും പപ്പടത്തിന്റെ വലുപ്പത്തിലൊരു തൊപ്പി ഉച്ചയ്ക്ക് മാത്രം. അദ്ദേഹത്തിന്റെ വടിയുമില്ല, കയ്യിൽ സ്ലീവായുമില്ല, കൈ മലത്തിയും കാണിക്കുക. പെണ്ണിന്റെ നെഞ്ചത്ത് പിടിച്ച് ഞാൻ വലിച്ചു പറിച്ചെടുക്കില്ലെന്നും പറഞ്ഞു കൈ മലത്തിയും കാണിക്കുന്നില്ല. അപ്പോഴേ നിറകുടം ചെലമ്പുണ്ടാക്കിയില്ല, തങ്കക്കുടത്തിന് പൊട്ട് പ്രത്യേകം വേണ്ട. ആളും അർത്ഥവുമില്ലാത്ത 8 കാലികൾ എന്തുമാത്രം കുരിശും എത്ര മാലയായി ഇടുന്നറിയാം. ഇരിക്കുന്ന കസേരയോ പള്ളിക്കാരുണ്ടാക്കി കൊടുക്കുന്ന. ഞാൻ വേറൊന്നും കൊണ്ട് സൂചിപ്പിക്കാണ്. കാതോലിക്ക ബാബാതിരുമനസിനോട് താഴ്മയായി മൈലാപ്പൂരിന്റെ തോമസ് അപ്പോസ്തലന്റെ രക്തത്തെ മുൻനിർത്തി, കാൽവറിയിലെ യേശുവിന്റെ രക്തത്തെ മുൻനിർത്തി, പരിമലദ്വീപിൽ 53 വർഷക്കാലം കൊണ്ട് ഓരോ തുള്ളി രക്തം ഊറ്റിക്കളഞ്ഞ് രക്തസാക്ഷിയായ പരിമല തിരുമേനിയെ ഓർത്തിട്ട് ഞാൻ അപേക്ഷിക്കുന്നു, ബാബാ തിരുമേനി ഈ പേരും ഈ പെരുമയെല്ലാം ഒന്ന് കളഞ്ഞ് മുട്ടുമടക്കി ദേവലോകത്തിരുന്നാൽ അവിടെ ദൈവം വരത്തില്ല, ദേവന്മാരുടെ ലോകമാണ്. ആ ഏരിയ ചാപ്പലി വന്നിരുന്നു പ്രാർത്ഥിയില് ദൈവത്തോട് അപേക്ഷിക്ക്. ഒരു കാര്യം കൂടി ഈ സമയത്ത് ഞാൻ സൂചിപ്പിക്കുകയാണ് സഹോദരങ്ങളെ, ഓർമ്മ വന്നപ്പോൾ പറയുന്നതേ ഉള്ളൂ, കാട് കയറി പറയുന്നതും ചിന്തിക്കരുത്. ഭാഗ്യവാനായ പരിമല തിരുമേനിയുടെ കാലത്ത് കഞ്ഞി വെക്കാൻ നിവർത്തിയില്ല. അന്ന് കുശിനിക്കാരൻ വന്നിട്ട് പരിമല തിരുമേനി പറഞ്ഞു, അരിയില്ല, കഞ്ഞി വെച്ചിട്ട് 3-4 നാളായി. തിരുമനസ് ഉടനെ തിരിച്ചു കൽപ്പിച്ചത്, കുഞ്ഞുട്ടി എന്നോടെന്തിനാ ഇത് പറയുന്നത്? ദൈവത്തോട് പറ, യേശുവിനോട് പറ, ഞാനും പറയാം. നമ്മൾ യേശുവിനോട് ചോദിക്കുന്നുണ്ടോ, യേശുവിനോട് പറയുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പരിമല തിരുമേനി എനിക്ക് തരണമെന്നല്ല പറയുന്നത്. പരിമല തിരുമേനി പറയുന്നു ദൈവത്തോട് ചോദിയില്, ഞാനും പറയാം. അതായത് അതാ മധ്യസ്ഥ, ഞാനും പറയാം നിനക്ക് വേണ്ടി. അപ്പോൾ ഞാൻ ആവശ്യപ്പെടുന്നത്, ഈ കാതോലിക്ക ബാവ ഒരു കേസ് ഫയൽ ചെയ്യണമെങ്കിൽ കോട്ടയം ബാറിലെ ഒരു വക്കീലിന്റെ ആലോചന ചോദിക്കുന്നുണ്ടോ? ഇതിന് ചെക്കഞ്ചിന്റെ യേശുവിന്റെ ആലോചന ചോദിക്കുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ദൈവത്തിന്റെ നിന്തിരി മനസ്സിനെ ഞാൻ അറിഞ്ഞ് ഞാനതിനെ ചെയ്യുവാൻ അപ്പുറയും മാത്രമല്ല, മലങ്കരയിലെ എല്ലാ മെത്രാന്മാരും ദൈവത്തോട് ആലോചന ചോദിക്കണം. ചോദിക്കുന്നില്ലെങ്കിൽ നിന്റെ നിമിത്തം ഈ ഇടയൻ തെറ്റിയാൽ ആടുകൾ തല്ലുകൊള്ളും. അതാണ് ഈ കേസ്. ദാവീദ് രാജാവ് പറഞ്ഞാണ്, ഇടയന്മാർ തെറ്റിയാൽ ആടുകൾ തല്ലുകൊള്ളും. അതാണ് ഈ കേസ്. കണ്ടില്ലയോ പൗലോസ് കാതോലിക്ക ഇവിടെ ഞാൻ തെമ്മാടികളില്ലാഞ്ഞിട്ടല്ലയോ ഇവിടുന്ന് തിരുവനന്തപുരത്ത് കൂട്ടിക്കൊണ്ടുപോയി ലാത്തിച്ചാറുകൾ ഇപ്പോഴും ഒരു അച്ഛൻ്റെ 2 വിരലില്ല. ലാത്തിച്ചാറ് അടി കൊള്ളിപ്പിച്ച് ഇവിടെ ഒന്നും ആരും ഇല്ലാഞ്ഞിട്ട് ആ തിരുവനന്തപുരത്ത് കൊണ്ടിട്ട് തല്ലു കൊള്ളിച്ചു. ഒരു കാതോലിക്കയാണ് ചാർപ്പ പിടിച്ചിട്ട് കോലഞ്ചേരിയിൽ പെരുവഴിയിൽ നാഷണൽ ഹൈവേയിലിരുന്ന് സത്യാഗ്രഹം ചെയ്തു. ഉമ്മൻചാണ്ടി ആളിനെ വിട്ട് എഴുന്നേപ്പിച്ചു വിട്ടു. ഇതൊക്കെയാണെന്നോ ഒരു കാതോലിക്കാരൻ. നീ ദൈവത്തോട് പ്രാർത്ഥിര്, ദൈവത്തോട് ചോദിര്, ദൈവം നിനക്ക് ആലോചന തരും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ ആവശ്യപ്പെടുന്ന ശാപത്തിന് മോക്ഷം വേണം. ഇന്ന് വരെ ഒരു കാതോലിക്കാരും എത്രാണ് നമുക്ക് സഭയിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞില്ല. നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം പ്രാർത്ഥിക്കുമ്പോൾ ഉപവസിക്കുമ്പോൾ ദൈവത്തോട് നമ്മുടെ സഭയിൽ സമാധാനം സ്ഥാപിക്കാൻ പറഞ്ഞിട്ടില്ല. സമാധാനം ഒരിക്കലും ഉണ്ടാകുകയെന്ന് വേറൊരു കാര്യം. കാരണം ശാപം നമ്മുടെ ഇടയിൽ കിടക്കുന്നത് നീക്കിക്കളയണം.
അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ദീർപ്പിക്കുന്നില്ല. ഇനി ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊള്ളാം, ഇതിന്റെ പ്രതികരണം എന്നാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും സംസാരിച്ചുകൊള്ളാം. ഈ സഭയുടെ ഏറ്റവും വലിയ ശാപം, ഒന്നാമത്തെ ശാപം ഞാൻ രണ്ടാമത്തെ ശാപം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ഈ സഭയുടെ ഏറ്റവും വലിയ ശാപം ഈ ദയറകളാണ്, ആശ്രമങ്ങളാണ്. ഇവിടെ നടക്കുന്ന കൊള്ളിക്കരുതായ ബോംബെ റെഡ് സ്ട്രീറ്റിൽ നടക്കുന്നില്ല, ബോംബെ തെരുവിൽ നടക്കുന്നില്ല, ഈ ദയറകളാണ്. അതുകൊണ്ട് ഈ ദയറാക്കാരെ എല്ലാം ഒന്ന് വിളിച്ച് ഒരു ഡോക്ടറെ കൊണ്ടൊന്ന് ടെസ്റ്റ് ചെയ്യിപ്പിക്കണം, ഇവൻ കന്യാവ്രതക്കാരനാണോ ഇല്ലയോ എന്ന്. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. ഈ ദയറായാണ് ശാപം. ഇതുപോലുള്ള ശാപങ്ങൾ ഇനിയും ധാരാളമുണ്ട്. ഈ ശാപത്തിൽ 120 ശാപങ്ങളിൽ 119 ശാപവും ഭരിച്ചത് പുരോഹിതന്മാരാണ്, അല്ലാത്തവരല്ല എന്നും. ഞങ്ങൾ നിരപരാധികളാണ്, ഞങ്ങൾ കവർപ്പ് ചെയ്തു തരുന്നവരാണ്, ഞങ്ങൾ സ്വത്താഴ്ചയിടാൻ മാത്രം അവകാശമുള്ളവരാണ്, ഞങ്ങളല്ല. ഇത് ഈ പുരോഹിതന്മാർ ഭരിച്ച ശാപമാണെന്നും കൂടി ഓർത്തുകൊണ്ട് അപ്പുറേനെ പോലുള്ള അപ്പുറേന്മാർ ഇനിയും സഭയിലുണ്ടായാൽ, എവിടെങ്കിലും ഉണ്ടായാൽ ചോറുണ്ണുന്ന കൈ കമ്പെടുക്കാനിട വരുത്തരുതേ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനമായി ആരും ചിരിക്കാതിരിക്കാമെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാം. കോട്ടയം അധോലോകത്ത് വെച്ച് നടക്കുന്ന ഈ പൂച്ചാണ്ടികളുടെ വട്ടമേശ സമ്മേളനത്തിന് ഇവർ പറയുന്ന പേര് പരിശുദ്ധ സിനഡ്. പരിശുദ്ധ സിനഡ്. ഇതിനെ പരിശുദ്ധ സിനഡ് എന്ന് വിളിക്കരുത് എന്ന് പറയുവാനുള്ള കാരണമുണ്ട്. അത് നാളെ പറയാം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.